നമസ്കാരം. സംസ്ഥാനത്ത് മുൻ സർക്കാരുകളെ കടന്നാക്രമിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഇപ്പോൾ കലാപങ്ങളൊന്നുമില്ലെന്നും കലാപം ഉണ്ടാക്കിയവർ ഇപ്പോൾ ആശങ്കാകുലരാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. ലക്നൌവിലെ ഇന്ദിരാഗാന്ധി പ്രതിഷ്ഠാനിൽ നടന്ന വിശ്വകർമ്മ ജയന്തി ആഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് സംസ്ഥാനത്ത് കലാപങ്ങളൊന്നും നടക്കുന്നില്ല. സാധാരണ പൗരന്മാർ സുരക്ഷിതരാണ്. അതേസമയം അശാന്തിക്ക് പ്രേരിപ്പിച്ചവർ ഇപ്പോൾ ആശങ്കാകുലരാണ്. ഈ വ്യക്തികൾ ജനങ്ങളുടെ ഉപജീവനത്തിന്റെ ചിലവിൽ അഭിവൃദ്ധി പ്രാപിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്സവങ്ങളും പരിപാടികളും സുരക്ഷിതമായി ആഘോഷിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുകയാണ് തങ്ങളുടെ മുൻഗണനയെന്ന് ആദിത്യനാഥ് കൂട്ടിച്ചേർത്തു. മുൻ സർക്കാരുകൾ തങ്ങളുടെ നേട്ടത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയായിരുന്നു എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ അഴിമതി നടപടികൾ ഉത്തർപ്രദേശിനെ പ്രതിസന്ധിയിലേക്ക് നയിച്ചു. ഇവിടെ കർഷകർ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടു. യുവാക്കൾ ജോലി തേടി കുടിയേറി. പാവപ്പെട്ടവർ പട്ടിണിയിലായി. സംരംഭകരും സ്ത്രീകളും സംരക്ഷണം തേടിയെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇന്ന് ഉത്തർപ്രദേശിന്റെ സൽപ്പേര് വീണ്ടെടുത്തുവെന്ന് ആദിത്യനാഥ് ഊന്നി പറഞ്ഞു. ആഗോളതലത്തിൽ സംസ്ഥാനത്തിന്റെ സാധ്യതകൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഒരു വേദിയായി ഗ്രേറ്റർ നോയിഡയിൽ നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശ് ഇന്റർനാഷണൽ ട്രേഡ് ഷോ 2024 മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു. സംസ്ഥാനത്ത് സ്വയം തൊഴിൽ അവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി അടുത്ത 10 വർഷത്തിനുള്ളിൽ 10 ലക്ഷം യുവാക്കൾക്ക് പലിശരഹിത വായ്പ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. സമാധാനത്തിനും സുരക്ഷയ്ക്കും മാത്രമേ ഉത്തർപ്രദേശിലെ ജനങ്ങൾക്ക് നല്ല ഭാവി ഉറപ്പു നൽകാൻ കഴിയൂ എന്നും സംസ്ഥാനത്തിന്റെ സുരക്ഷയെ തകർക്കാൻ ശ്രമിക്കുന്ന ആർക്കും കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇതിനു പുറമെ 10 ലക്ഷം യുവാക്കളെ സ്വയം തൊഴിൽ ചെയ്യാൻ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആദ്യഘട്ടത്തിൽ 5 ലക്ഷം രൂപയും രണ്ടാം ഘട്ടത്തിൽ 10 ലക്ഷം രൂപയും വായ്പ നൽകുന്ന വരാനിരിക്കുന്ന യുവ ഉദ്യം പദ്ധതിയും അദ്ദേഹം അനാവരണം ചെയ്തു. കൂടാതെ ഉത്തർപ്രദേശ് 40 കോടി രൂപയുടെ നിക്ഷേപം നേടിയെന്നും ഇത് 1.5 കോടി യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി.